ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകുക. അപ്പം നമ്മുടെ ഈ ഒരു സീസൺ 6ലേക്ക് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പവർ റൂം കോൺസെപ്റ്റ്, അതുപോലെ തന്നെ 4 ഇൻഡിവിജ്വൽ റൂമുകളായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. മറ്റ് ഭാഷകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും അവിടെയും ഈ ഒരു കോൺസെപ്റ്റ് വളരെ മനോഹരമായി തന്നെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. എന്നാൽ അത് ഈ മലയാളത്തിലേക്ക് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് കൊണ്ടുവരുമ്പോൾ അവർക്കത് വിജയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവിടെ വിജയിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങോട്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് തന്നെ ഞാൻ ഈ ഒരു തുടക്കം മുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മലയാളത്തിൽ മറ്റ് ഭാഷകളിൽ പോലും വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചടങ്ങാണ്. അതിന് മാത്രം വിവരമുള്ള മേക്കേഴ്സ് ഒന്നും നിലവിൽ മലയാളം ബിഗ് ബോസിൻ്റെ അണിയറയിലില്ല. അപ്പോൾ എന്തായാലും അവർ ഇപ്പോൾ എങ്കിലും അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് ചിന്തിച്ചത് വളരെ നല്ലൊരു കാര്യം. അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന് കണ്ടസ്റ്റൻസിനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇത് മാറ്റണോ, ഇത് നിലനിർത്തണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊമോയൊക്കെ ഏഷ്യാനെറ്റ് ഓൾറെഡി പുറത്ത് വിട്ട് കഴിഞ്ഞു. എന്തായാലും മികച്ചൊരു തീരുമാനം തന്നെയാണ്. മറ്റ് ഭാഷകളിലൊന്നും വിജയിക്കാത്ത ഈ ഒരു കോൺസെപ്റ്റ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പം അതിന് മികച്ചൊരു അടിത്തറ പാകാൻ നമ്മുടെ മേക്കേഴ്സിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നത് തന്നെ വളരെ മോശമായി പോയി. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിലെങ്കിലും ഈ ഒരു 10ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ തോന്നിയത് മികച്ചത് തന്നെ. കാരണം ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു രീതിയിലും ബിഗ് ബോസ് മലയാളം സീസൺ 6 കര പിടിക്കാൻ പോകുന്നില്ല. എന്തായാലും അത് പൊളിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുന്നത് മൊത്തത്തിൽ പൊളിഞ്ഞ് തകർന്നു നിൽക്കുകയാണ്. ഇതിനി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 6 നടന്നിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവുകളാകും. കാരണം പ്രേക്ഷകർ ആരും ആഗ്രഹിക്കുന്നില്ല സീസൺ 6 നടന്നു എന്ന് പറയാൻ പോലും. കാരണം മികച്ചൊരു കൺസെപ്റ്റ് ഇല്ല, മികച്ചൊരു കണ്ടന്റുകളില്ല, മികച്ചൊരു മത്സരാർത്ഥികളില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ മാത്രം അവിടെ എന്തെങ്കിലും ഉണ്ടായി എന്ന് മാത്രം, അല്ലെങ്കിൽ മികച്ച ഓർമ്മകൾ നൽകുന്ന ഒരു സീസൺ നടന്നിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ താല്പര്യത്തോടെ കാണാൻ കൊള്ളുന്ന ഒരു എപ്പിസോഡില്ല, മികച്ച ഒരു സംഭവങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരു സീസണാണ് ഈ ഒരു സീസൺ. അപ്പം മൊത്തത്തിൽ പ്രേക്ഷകരുടെ ഇടയിൽ വെറുപ്പ് മാത്രം സമ്പാദിച്ച ഒരു സീസൺ കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുന്നത്. അപ്പം നിലവിൽ ഏറ്റവും മോശം സീസൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസൺ 6 തന്നെയായിരിക്കും. ഇനി എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും സീസൺ 6 തന്നെയായിരിക്കും ഇനി ആ ഒരു ലേബൽ കിട്ടാനും പോകുന്നത്. അപ്പം ഈ ഒരു അവസരത്തിനെങ്കിലും കുറച്ച് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ഒരു മികച്ചത് എന്ന് പറയാൻ ഉണ്ടാകും. അപ്പം ഇനി നമുക്കറിയാം മറ്റ് ഭാഷകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റൊക്കെ നടന്നാലും 8ാമത്തെ ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർ നിർത്തി മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു. കാരണം അതിനപ്പുറം ഇത് പോകാൻ സാധ്യതയില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആളുകൾ കുറഞ്ഞു കഴിയുമ്പോഴത്തേനും അതൊന്നും നടപടിയുള്ള കാര്യമല്ല. പിന്നെ മലയാളത്തിൽ ഈ ഒരു സമയത്തും അത്യാവശ്യം കണ്ടസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ 63 ദിവസം ഓടി. ഇനി അപ്പം എങ്ങനെ ഇവരിത് മാറ്റി പിടിക്കുമെന്നതിനെ കുറിച്ചാണ് എൻ്റെ ചിന്തകൾ പോകുന്നത്. കാരണം ഈ ഒരു മേക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു വിവരവുമില്ല. കാരണം ഈ ഒരു പവർ റൂം എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 4 ഇൻഡിവിജ്വൽ റൂമല്ലേ, ഇതിപ്പോൾ എങ്ങനെ എവിടെയൊക്കെ കൊണ്ടുപോയി കിടത്തും? പവർ റൂമിലേക്ക് കിടത്താനല്ലേ എല്ലാവർക്കും താല്പര്യം വരത്തുള്ളൂ. എല്ലാവരും ഇഷ്ടമുള്ളിടത്ത് കിടന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ക്യാപ്റ്റൻ്റെ റൂം മാത്രമായി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഗെയിംസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും സെപ്പറേറ്റ് ടീംസായിട്ട് സെപ്പറേറ്റ് റൂമുകളിലാണ്. അപ്പോൾ അത് എത്രത്തോളം വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും, എങ്ങനെയായിരിക്കും ഇൻഡിവിജ്വൽ ഗെയിംസ് അല്ലെന്നുണ്ടെങ്കിൽ വീക്കിലി ഗെയിംസ് ഒക്കെ എങ്ങനെയായിരിക്കും ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വരും. അല്ലെങ്കിൽ ഈ ഒരു പവർ റൂം കൺസെപ്റ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ഈ നോമിനേഷൻ ഫ്രീ കാര്യങ്ങളും ഒക്കെ മാറ്റി കഴിയുമ്പോൾ പിന്നെ പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിൻ്റെയും കാര്യങ്ങളുടെ ആവശ്യമില്ല. ഇപ്പം നിലവിൽ വിജയിച്ച ആ ഒരു ടീമിന് മിക്കവാറും ഒരാഴ്ച കൂടെ കൊടുക്കുമായിരിക്കണം. ഈ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാവും. കഴിഞ്ഞ ഒരാഴ്ച മൊത്തം കിടന്ന് പട്ടിപ്പണിയെടുത്ത് നമ്മുടെ ജിൻഡോയ്ക്കും അതുപോലെ തന്നെ ശ്രീതു അർജുൻ എന്നിവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാവും. ഇനി അവർക്ക് കൊടുത്താൽ തന്നെ മറ്റ് കണ്ടസ്റ്റൻസ് ആരും വലിയ വിലയൊന്നും കൽപ്പിക്കാനും പോകുന്നില്ല. കാരണം ഈ ഒരാഴ്ച കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടപടലും വീഴുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മികച്ച രീതിയിൽ കുറച്ച് ഗെയിംസൊക്കെ കൊണ്ടുവന്ന് ടാസ്കുകൾ കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ ചീറ്റിയെടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ഒരു സീസൺ 6 നല്ലതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായവും ഒന്ന് പറയുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കൺസെപ്റ്റ്, പവർ റൂം കൺസെപ്റ്റ്? നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റണമെന്നാണോ അഭിപ്രായം, അതോ ഇത് തന്നെ തുടരുന്നതാണോ ഈ ഒരു സീസൺ 6 നല്ലത്? അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.